നേരത്തെ നമ്മൾ ഈ കുഞ്ഞനന്ദന്റെ മരണവുമായി ബന്ധപ്പെട്ട് കെ.എം. ഷാജി ഉന്നയിച്ച ആരോപണം നമ്മൾ കേട്ടതാണ്. കുഞ്ഞനന്ദന്റെ മരണത്തിൽ ഒരു ദുരൂഹതയുമില്ല എന്ന മകൾ ഷബ്ന മാതൃഭൂമി ന്യൂസിനോട് കെ.എം. ഷാജിയുടേത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള ആരോപണം മാത്രമാണ്. മതിയായ ചികിത്സ നൽകാതെ അച്ഛനെ കൊന്നത് UDF ഭരണകൂടമാണ്. LDF അധികാരത്തിൽ വന്നപ്പോഴാണ് കുഞ്ഞനന്ദന് വിദഗ്ധ ചികിത്സ ലഭിച്ചതെന്നും ഷബ്ന മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. അങ്ങനെ ഒരു ദുരൂഹതയും കുടുംബം എന്നുള്ള നിലക്ക് ഞങ്ങൾക്കില്ല. അതിനപ്പുറത്തേക്ക് പറയാനുള്ളത്, അച്ഛനെ കൊന്നത് UDFന്റെ ഭരണകൂടമാണ്. ആ സമയത്ത് കൃത്യമായ ചികിത്സ ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടും അവർ അനുവദിച്ചിട്ടില്ല. ഒപ്പം നിങ്ങൾ മാധ്യമങ്ങൾ അടങ്ങുന്ന ഒരു ടീം ഇതൊക്കെ വ്യാജമാണ്, കുഞ്ഞനന്ദന് അങ്ങനെ ഒരു അസുഖം ഇല്ല എന്ന രീതിയിൽ പറഞ്ഞുകൊണ്ടേയിരിക്കുകയും അന്നത്തെ ഭരണാധികാരികൾ ആ അസുഖത്തിൽ കൃത്യമായ ചികിത്സ ഞങ്ങൾക്ക് അനുവദിക്കുകയും ചെയ്തിട്ടില്ല. അതിന്റെ ഭാഗമായിട്ടാണ് അച്ഛന്റെ അസുഖം, അതായത് വയറ്റിലെ അൾസർ സിവിയർ ആയതാണ്. പിന്നീട് LDF വന്നപ്പോഴാണ് കൃത്യമായിട്ടൊരു ചികിത്സ ഞങ്ങൾക്ക് ലഭിക്കുന്നത്. പക്ഷേ അപ്പോഴേക്കും അതിന്റെ രോഗത്തിന്റെ സ്ഥിതി നിയന്ത്രണ വിധേയമല്ലാണ്ടായി മാറി. സത്യത്തില് UDFകാരാണ് അച്ഛനെ കൊന്നത്. അതിന് ഷാജി ഇപ്പൊ വടകര ഇലക്ഷനൊക്കെ മുന്നിൽ കണ്ടിട്ട് ഒന്ന് എറിഞ്ഞു നോക്കുന്നതാ. വടകര ശൈല ടീച്ചർ നിൽക്കുന്നത് കൊണ്ട് തന്നെ ഉണ്ടായിരുന്ന വെപ്രാളത്തിൽ ഷാജി എന്തൊക്കെയോ വിളിച്ചു പറയുന്ന കൂട്ടത്തിൽ പറയുന്ന. എന്നാൽ ഞങ്ങൾക്ക് ആർക്കും എവിടെയും ഇക്കാലം വരെ അങ്ങനെ അഭിപ്രായമില്ല. ഞങ്ങളെ മനസ്സിൽ എവിടെയും അങ്ങനെ ഒരു സാധനം ഉദിച്ചിട്ട് പോലും ഇല്ല. കാരണം ഞങ്ങൾ കൃത്യമായി ഡോക്ടർമാരുമായി ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്ന സംഗതികളാണ്. തുടക്കം മുതലേ മൗത്ത് അൾസർ ആയിരുന്നു സിവിയർ ആയത്. എത്രയോ ഹർജികൾ കോടതിയിൽ ഞങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്നത്തെ പ്രോസിക്യൂഷന്റെ ഭാഗമായിട്ടുള്ള വക്കീല് അത് ആവശ്യമില്ല എന്ന് പറയുകയും അനുവദിക്കാതിരിക്കുകയും ചെയ്യുമായിരുന്നു. അതിന്റെ കൂട്ടത്തില് ഞങ്ങളുടെ എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ അതൊരു വലിയ ഹൈപ്പായില്ലേ. KV രാഹുലാണ് വിവരങ്ങളുമായി ചേരുന്നത്. രാഹുൽ, കൊന്നവർ പിന്നീട് കൊല്ലപ്പെട്ടിട്ടുണ്ട്, അതാണ് ഷാജി പറഞ്ഞത്. അതിനോട് കുടുംബത്തിന്റെ പ്രതികരണം എന്താണ്? അതായത് ഈ കുഞ്ഞനന്ദൻ അടക്കമുള്ള പ്രതികളുടെ ശിക്ഷ ശരിവെച്ചും അതുപോലെ 10-12 പ്രതികളെ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയുമുള്ള ഹൈക്കോടതി വിധിയോടുകൂടി TP ചന്ദ്രശേഖരൻ വധക്കേസ് കൂടുതൽ ചർച്ചയായി കഴിഞ്ഞു, സജീവമായി തന്നെ ചർച്ചയിൽ നിൽക്കുകയാണ്. അപ്പോൾ ഇതിനൊപ്പമാണ് KM ഷാജി ഉയർത്തിവിട്ട ആരോപണങ്ങൾ കൂടി. അതായത് ഈ കേസിൽ ഗൂഢാലോചന നടത്തിയത് CPMന്റെ ഉന്നത നേതൃത്വമാണ്. അവരിലേക്ക് കേസ് അന്വേഷണം എത്തിച്ചേരാനുള്ള ഏക കണ്ണി കുഞ്ഞനന്ദനായിരുന്നു. അതിനാൽ അദ്ദേഹത്തിൻ്റെ മരണത്തിൽ ദുരൂഹതയുണ്ട് എന്നതാണ്. 2020 ജൂണിലാണ് കുഞ്ഞനന്ദൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെച്ച് മരിക്കുന്നത്. കേസിലെ 13ാം പ്രതിയാണ്. ജീവപര്യന്ത ശിക്ഷ അനുഭവിക്കുന്നതിനിടെയാണ് മരണപ്പെടുന്നത്. അപ്പോൾ മതിയായ ചികിത്സ ഉറപ്പാക്കാതെ കുഞ്ഞനന്ദനെ മരണത്തിന് വിട്ടുകൊടുത്തു. അത് അന്വേഷണം ഉന്നതരിലേക്ക് എത്തുന്നത് തടയാൻ വേണ്ടിയാണെന്നൊരു ആരോപണമാണ് ഷാജി ഉയർത്തിയത്. ഇത് പാടെ തള്ളുകയാണ് കുഞ്ഞനന്ദൻ്റെ കുടുംബം. അതായത് UDF ഭരണകൂടമാണ് അച്ഛനെ കൊലക്ക് കൊടുത്തതെന്നാണ് മകൾ തന്നെ പറയുന്നത്. അസുഖമാണെന്ന് ഡോക്ടർമാർ പറഞ്ഞ ഘട്ടത്തിൽ പോലും ചികിത്സ നൽകാൻ UDF ഭരണകൂടം തയ്യാറായില്ല. ഭരണം മാറി LDF വന്നതിന് ശേഷമാണ് ചികിത്സ നൽകിയത്. പക്ഷേ ആ ഘട്ടത്തിൽ തന്നെ ഇത് വൈകിപ്പോയിരുന്നു. അൾസറായിരുന്നു, ആദ്യം വായിലായിരുന്നു, പിന്നീട് അത് വയറ്റിലേക്കും കൂടെ വന്നു. ചികിത്സ ലഭിച്ചത് ഏറെ വൈകിയാണ്. ഇതാണ് മരണത്തിന് കാരണമായത് എന്നാണ് മകൾ മാതൃഭൂമി ന്യൂസിനോട് പ്രതികരിച്ചിട്ടുള്ളത്. ലോക്സഭാ തിരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കെ